കണ്ടന്റ് ഡെലിവറി അല്ലെങ്കിൽ വാല്യൂ കണ്ടന്റ് ഡെലിവറി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനകത്ത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ സാധ്യതകളിലൂടെ സങ്കേതങ്ങളിലൂടെ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സുമായി ഓഡിയൻസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എൻഗേജ് ചെയ്യാനും ഏറ്റവും മികച്ച ഒരു വഴിയാണ് വാല്യൂ കണ്ടന്റ് ഡെലിവറി ചെയ്യുക എന്ന്. എന്താണ് വാല്യൂ കണ്ടന്റ്? കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു നോളജ്, ഒരു എക്സ്പീരിയൻസ്, അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ, നോളജ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പല തരത്തിൽ കണ്ടന്റ് ഡെലിവറി ചെയ്യാം. ട്രഡീഷണൽ മാർക്കറ്റിങ്ങിനകത്ത് ആയാലും മോഡേൺ മാർക്കറ്റിങ്ങിനകത്തായാലും മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ്, നമ്മുടെ ബിസിനസ്സിനെ കുറിച്ചുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കസ്റ്റമറിലേക്ക് എത്തിക്കുമ്പോൾ അതൊരു നല്ല കണ്ടന്റ് ആയിട്ട് എത്തിക്കുക എന്നുള്ളത് പ്രധാനം. അപ്പൊ എന്താണ് വാല്യൂ കണ്ടന്റ്? കണ്ടന്റ് ഡെലിവറി എന്ന് പറയുന്നത് ഒരു നോളജ് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ നമ്മുടെ ഓഡിയൻസിലേക്ക്, നമ്മുടെ ടാർഗറ്റഡ് കസ്റ്റമേഴ്സിലേക്ക് ഡെലിവറി ചെയ്യുന്നതിനാണ് കണ്ടന്റ് ഡെലിവറി എന്ന് പറയുന്നത്. ഇതിലെ വാല്യൂ കണ്ടന്റ്, വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ മലയാള അർത്ഥം എന്ന് പറയുന്നത് മൂല്യം എന്ന്. വാല്യൂ എന്നാൽ മൂല്യമെന്ന്, അതായത് മൂല്യമുള്ള ഒരു കണ്ടന്റ്. പലതരത്തിലുള്ള കണ്ടന്റ് അല്ലേ? ഞാൻ സംസാരിക്കുന്നത് ഒരു കണ്ടന്റാണ്. ഒരു പക്ഷേ നമുക്ക് വീഡിയോയിലൂടെ കണ്ടന്റ് കൊടുക്കാം, ടെക്സ്റ്റ് മെസ്സേജിലൂടെ കണ്ടന്റ് കൊടുക്കാം. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനകത്താണ് ഞാൻ പറയുന്നത്. നമുക്ക് പോസ്റ്ററിലൂടെ കണ്ടന്റ് കൊടുക്കാം, ഒരു ചിത്രത്തിന്റെ വഴിയിൽ നമുക്ക് കണ്ടന്റ് കൊടുക്കാം, ഒരു പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു അല്ലെ, പലതരത്തിൽ നമുക്ക് കണ്ടന്റ് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള ഒരു നോളജ് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ആശയം മറ്റൊരാളിലേക്ക് സംവേദിക്കുകയാണ് കണ്ടന്റ് ഡെലിവറിയിലൂടെ സാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കണ്ടന്റ് കൊടുക്കുമ്പോൾ അത് മൂല്യമുള്ള കണ്ടന്റ്, വാല്യൂ ഉള്ള കണ്ടന്റ് ആവുക എന്നാണ്. വാല്യൂ ആർക്കാണ് ഉണ്ടാവുക? കസ്റ്റമേഴ്സിനാണ്. ആർക്കാണ് വാല്യൂ? കസ്റ്റമേഴ്സിന് അത് വാല്യൂ ഉള്ളതായി മാറും. ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ അതിന്റെ വാല്യൂ, അത് മൂല്യമുള്ളതാവണം. മൂല്യമുള്ളതല്ലെങ്കിൽ അതായത് ചവറായിട്ട് ആളുകൾക്ക് ഫീൽ ചെയ്യും. ഏറ്റവും സിമ്പിൾ ആയി പറഞ്ഞാൽ അതാണ്. അതായത് നമ്മളൊരു കാര്യം, നമ്മളൊരു ടെക്സ്റ്റ് മെസ്സേജ് ആവട്ടെ, വീഡിയോ ആവട്ടെ, പോസ്റ്റർ ആവട്ടെ, എന്തായാലും നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട്, നമ്മുടെ ഓഡിയൻസുമായിട്ട് ഒരു കാര്യം ഡെലിവറി ചെയ്യുമ്പോൾ, ഓഡിയൻസിലേക്ക് ഒന്ന് കൊടുക്കുമ്പോൾ, ഒരു ഇൻഫർമേഷൻ, ഒരു നോളജ് കൊടുക്കുമ്പോൾ അതിനകത്തൊരു മൂല്യം അവർക്ക് ഫീൽ ചെയ്യും. മൂല്യം ഫീൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? എങ്ങനെയാണ് ഒരു നല്ല വാല്യൂ കണ്ടന്റ് കൊടുക്കുന്നത്? ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, ഇന്നത്തെ കാലത്ത് ഏറ്റവും മികച്ച രൂപത്തിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിനെ, നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് വാങ്ങാൻ സാധ്യതയുള്ള ഓഡിയൻസിനെ നമ്മളിലേക്ക് ആകർഷിക്കാനുള്ള ഏറ്റവും മികച്ച വഴി എന്ന് പറയുന്നത് വാല്യൂ കണ്ടന്റ് ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഈ വാല്യൂ കണ്ടന്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും വാല്യൂ കണ്ടന്റ്, വാല്യൂ കണ്ടന്റ്. ഒരു പക്ഷെ നിങ്ങൾ ഇത് പല സ്ഥലത്തു നിന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ എന്താണ് ഒരു വാല്യൂ കണ്ടന്റിന്റെ പ്രധാനപ്പെട്ട ഘടകം? വാല്യൂ കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, കസ്റ്റമേഴ്സിനാണ് വാല്യൂ കിട്ടേണ്ടത്. നമ്മളുടെ കണ്ടന്റിൽ നിന്ന് വാല്യൂ കിട്ടേണ്ടത് നമ്മുടെ കസ്റ്റമേഴ്സിനാണ്, ഓഡിയൻസിന്. സോ അങ്ങനെ ആവണമെങ്കിൽ, കസ്റ്റമേഴ്സിന് ഒരു വാല്യൂ കിട്ടണമെങ്കിൽ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതൊരു പ്രശ്നത്തിനുള്ള പരിഹാരമായിരിക്കണം. ഇതൊരു പ്രശ്നത്തെ പരിഹരിക്കുന്നതായിരിക്കണം. സോൾവ് എ പ്രോബ്ലം എന്ന്. അതായത് നിങ്ങൾ കൊടുക്കുന്ന ഈ കണ്ടന്റ്, ഈ വാല്യൂ കണ്ടന്റ് എന്ന് പറയുന്നത്, ഈ കണ്ടന്റ് വാല്യൂ ആവണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി സോൾവ് എ പ്രോബ്ലം. ഇതൊരു പ്രോബ്ലത്തെ പരിഹരിക്കുന്നതായിരിക്കും. നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് കൂടുതൽ ആളുകളിലേക്ക് വാങ്ങാൻ വേണ്ടി അതിനെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് അത് കസ്റ്റമേഴ്സ് അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷനായി. ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ലളിതമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ഒരു ഹെയർ ഓയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ഹെയർ ഓയിൽ എന്ന് പറയുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കാണ് കസ്റ്റമർ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നത്.
ഒരു പക്ഷേ ഡാൻഡ്രഫ് എന്ന് പറയുന്ന ഒരു പ്രശ്നമുള്ളവർ ഹെയർ ഓയിൽ, ഡാൻഡ്രഫിനെ മാറ്റാൻ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നുണ്ടാവാം. ഹെയർ ഫാൾ, മുടി കൊഴിച്ചിൽ തടയാൻ ഹെയർ ഉപയോഗിക്കുന്നുണ്ടാവാം. ഒരു പക്ഷേ ഡസ്റ്റ് കൂടിയിട്ട് മുടി വല്ലാതെ ജട പിടിക്കുന്ന അല്ലെങ്കിൽ മുടി ഭയങ്കര റഫ് ആവുന്ന സാഹചര്യത്തെ അവോയ്ഡ് ചെയ്യാൻ ആയിരിക്കാം ഒരുപക്ഷെ ഒരു കസ്റ്റമർ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ പല കാരണങ്ങളായി. അപ്പൊ കസ്റ്റമറുടെ ഒരു പെയിൻ പോയിന്റ്, കസ്റ്റമറുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു പ്രശ്നമാണ്. അപ്പൊ നമ്മളൊരു കണ്ടന്റ് കൊടുക്കുമ്പോൾ അത് ഇപ്പോ ഡാൻഡ്രഫ് അനുഭവിക്കുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ ഡാൻഡ്രഫിനുള്ള ഒരു ഓയിൽ, ഈ ഓയിൽ ഡാൻഡ്രഫ് പരിഹരിക്കും എന്നുള്ള ഒരു പരസ്യം, ഒരു ഓയിലിന്റെ ചിത്രവും ഒരു പരസ്യവാചകവുമായിട്ടുള്ള ഒരു പരസ്യമാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ വന്നിട്ട് പറയാ നിങ്ങൾ ഡാൻഡ്രഫ് ഉള്ള ആളാണോ, ഡാൻഡ്രഫ് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ കയ്യിൽ നല്ലൊരു ഓയിൽ ഉണ്ട്, ഈ ഓയിൽ ഡാൻഡ്രഫ് പരിഹരിക്കും, ഇത് ഒരുപാട് ആളുകൾക്ക് പരിഹരിച്ചിട്ടുണ്ട്, അവിടെ അവസാനിക്കുന്നു എന്ന് വെക്കുക. അവിടെ കസ്റ്റമർക്ക് വാല്യൂ കിട്ടുന്നുണ്ട്. അവിടെ കസ്റ്റമർക്ക് വാല്യൂ കിട്ടുന്നില്ല. കസ്റ്റമർക്ക് ഒരു സൊല്യൂഷൻ കിട്ടുന്നുണ്ട്. സൊല്യൂഷൻ ആണെന്ന് കസ്റ്റമർക്ക് അറിയാം, ഡാൻഡ്രഫിനുള്ള സൊല്യൂഷൻ ആണ് എന്ന് കസ്റ്റമർക്ക് അറിയാം, പക്ഷെ വാല്യൂ കിട്ടുന്നില്ല. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ വാല്യൂ ആക്കാൻ പറ്റുക നമുക്ക്? ഡാൻഡ്രഫ് എന്തുകൊണ്ടാണ് ഉണ്ടാവും? നിങ്ങളൊരു ഡാൻഡ്രഫിന്റെ പ്രോബ്ലം അനുഭവിക്കുന്ന ആളാണ് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഡാൻഡ്രഫ് ഉണ്ടാവുക. ഡാൻഡ്രഫ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ 1, 2, 3, 4 എത്ര കാരണങ്ങളുണ്ടോ അത്രയും കാരണങ്ങൾ പറയുക. ഇന്നെന്ന കാരണങ്ങൾ കൊണ്ടാണ് ഡാൻഡ്രഫ് ഉണ്ടാവുക. അതിന് നമ്മുടെ സാഹചര്യം, നമ്മുടെ ക്ലൈമറ്റ്, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരു പ്രാക്ടീസ്, ഇതൊക്കെ എങ്ങനെയാണ് ഇതിനെ സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെ ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്ന ഒരു പ്രശ്നത്തെ വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ കുറയ്ക്കാനോ സഹായിക്കുന്നത്. ഇനി ഡാൻഡ്രഫ് ഉള്ള ഒരാൾക്ക് ഡാൻഡ്രഫ് മാറണമെങ്കിൽ, ഡാൻഡ്രഫ് ക്യൂർ ചെയ്യപ്പെടണമെങ്കിൽ, പരിഹരിക്കപ്പെടണമെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് കിട്ടേണ്ടത്? ഒരു ഓയിൽ ഡാൻഡ്രഫ് പരിഹരിക്കുന്നു. ഒരു ഓയിലിനകത്ത് ഏത് കണ്ടന്റ് ഉണ്ടെങ്കിലാണ് ഡാൻഡ്രഫ് പരിഹരിക്കപ്പെടുക? ആ കണ്ടന്റ് ഏതൊക്കെയാണ്? ഇങ്ങനെ എന്തുകൊണ്ട് ഡാൻഡ്രഫ് ഉണ്ടാവുന്നു, ഏത് സാഹചര്യത്തിൽ ഡാൻഡ്രഫ് ഉണ്ടാവുന്നു, ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട പ്രിക്കോഷൻസ്, നമ്മൾ എടുക്കേണ്ട നടപടികൾ അല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് ഡാൻഡ്രഫിനുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആ സൊല്യൂഷനകത്ത് ഡാൻഡ്രഫ് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇന്ന കണ്ടന്റുകൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ, ഇതൊക്കെ നിങ്ങൾ ഒരു വീഡിയോയിലൂടെ ഇങ്ങനെ പറയുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പോസ്റ്ററിനകത്ത് എഴുതുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സാഹചര്യവും രണ്ടാമത്തതും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? യെസ്, ഈ വ്യത്യാസമാണ് വാല്യൂ കണ്ടന്റ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു പ്രശ്നത്തിന് സോൾവ് ചെയ്യണം ആയിരിക്കണം നിങ്ങളുടെ കണ്ടന്റ്. ഡാൻഡ്രഫിനുള്ള സോൾവ് ചെയ്യുന്നതാണ് നിങ്ങളുടെ കണ്ടന്റ് എങ്കിൽ അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്ന് കൃത്യമായി കസ്റ്റമറോട് നമ്മൾ ഓപ്പൺ ആയിട്ട് പറയുമ്പോഴാണ് കസ്റ്റമർക്ക് അത് വാല്യൂ ഉള്ളതായിട്ട്. അതിനോടാണ് കസ്റ്റമർ റിയാക്ട് ചെയ്യുക, എൻഗേജ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് പ്രാക്ടിക്കലും ഡൂയബിളും ആയിരിക്കണം എന്നുള്ളത്. അതായത് പ്രായോഗികമായി നടക്കുന്ന കാര്യമായിരിക്കും. ഒരു പക്ഷെ നമുക്കൊരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിന് ഇന്ന സൊല്യൂഷൻ ഉണ്ട്, ഇന്നതാണ് അതിന്റെ രീതി എന്ന് പറഞ്ഞിട്ട് അത് കസ്റ്റമർക്ക് നടക്കാത്ത കാര്യമാണ്, കസ്റ്റമർക്ക് വാങ്ങാൻ കഴിയാത്തൊരു കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ കസ്റ്റമർക്ക് അപ്ലിക്കബിൾ അല്ലാത്തൊരു കാര്യമാണ്, അപ്ലൈ ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണെങ്കിൽ, ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണെങ്കിൽ അത് വാല്യൂ കണ്ടന്റ് ആണ്. അതായത് നിങ്ങൾക്ക് ഡയബറ്റിക്സ് ഉണ്ട്, ഡയബറ്റിക്സ് ഇല്ലാത്ത ആളുകൾ കേരളത്തിനകത്ത് അപൂർവമായിരിക്കത്തുള്ളൂ. അപ്പൊ ഡയബറ്റിക് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഇന്ന ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ ഇന്ന ഫുഡേ കഴിക്കാവൂ, ഇന്ന ഫുഡുകൾ അവോയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ എന്തെങ്കിലും പറ്റണ്ടേ മനുഷ്യന്? അല്ലെ? മനുഷ്യന് കഴിക്കാൻ പറ്റാവുന്ന ഫുഡുകൾ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ കസ്റ്റമർക്ക് അറിയില്ല. അപ്പൊ ഇതൊന്നും കഴിക്കരുത് എന്ന് പറഞ്ഞാൽ കഴിക്കാതെ ആളുകൾക്ക് നിൽക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഡൂവബിൾ ആയിരിക്കണം, പ്രാക്ടിക്കൽ ആയിരിക്കണം. നിങ്ങൾ എന്താണോ മെത്തേഡ് അവതരിപ്പിക്കുന്നത് അത് ഒരു കസ്റ്റമർക്ക്, ഒരു സാധാരണ ഓഡിയന്റിന് ചെയ്യാൻ കഴിയാവുന്ന, പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയാവുന്ന ഒന്നായിരിക്കണം.
മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡെലിവർ റിസൾട്ട് എന്ന്. അതായത് റിസൾട്ട് കൊണ്ടുവരണം. നമ്മൾ കൊടുക്കുന്ന ഒരു കണ്ടന്റിലൂടെ കൃത്യമായ ഒരു റിസൾട്ട് ഉണ്ടാവും. ഇവിടെ നിങ്ങൾ ആയിരിക്കുമ്പോൾ നമ്മുടെ കസ്റ്റമറോട് പറയാം, ഇവിടെ നിങ്ങൾ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ, നിങ്ങൾ എൻ്റെ ഈ ഒരു സൊല്യൂഷൻസ് നിങ്ങളുടെ അത് പ്രാക്ടിക്കലായി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് റിസൾട്ട് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. നിങ്ങൾ എൻ്റെ ഈ പറഞ്ഞ രൂപത്തിൽ ഈ ഹെയർ ഓയിൽ ഇന്ന രൂപത്തിൽ നിങ്ങളുടെ തലയിൽ ഇത്ര തവണ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഇന്ന് റിസൾട്ട് കിട്ടും. അങ്ങനെ പറയുമ്പോൾ ആ റിസൾട്ട് കിട്ടിയിരിക്കണം. അതായത് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ, ഇല്ലാത്ത കാര്യങ്ങൾ പൊലിപ്പിച്ച് പറയരുത്. നമുക്ക് നടക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മൾ പറയരുത്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത, നമ്മൾ കൃത്യമായി റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളെ പറയാം. അല്ലാത്തത് വാല്യൂ കണ്ടന്റ് അല്ല. ഒത്തിരി തെറ്റായിട്ടുള്ള സന്ദേശങ്ങൾ പലരും അഡ്വർടൈസ്മെന്റിനകത്ത് ഇങ്ങനെ പറയാറുണ്ട്. ഒത്തിരി പേർ ഇവിടെ തന്നെ ആസ് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മെന്റർ എന്നുള്ള നിലയ്ക്ക്, ഡിജിറ്റൽ മാർക്കറ്റ് ട്രെയിനർ എന്നുള്ള നിലയ്ക്ക് ഞാൻ കാണുന്ന കേൾക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ എന്ന് പറയുന്നത്, ഒത്തിരി സ്ഥലത്ത് പോയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ നിങ്ങൾക്ക് വലിയ ലക്ഷങ്ങൾ ഉണ്ടാക്കാം, നിങ്ങൾക്ക് അത്ര സമ്പാദിക്കാം, നിങ്ങളുടെ ബിസിനസ് അങ്ങനെ കുതിക്കും എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാനായി ചെന്നിട്ട് വാല്യൂ കിട്ടാതെ തിരിച്ചു പോകും. സ്വന്തമായിട്ടൊരു ആഡ് ചെയ്യാൻ കഴിയാതെ പോകും. അവിടെ നമുക്ക് പറയുന്നത് കൊണ്ടല്ല നമ്മൾ വാല്യൂ കൊടുക്കും. അതേസമയത്ത് നിങ്ങളൊരു കാര്യം, നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനെ കുറിച്ച് നിങ്ങളൊരു കാര്യം പറയുമ്പോൾ അത് കൃത്യമായിട്ട് ഇന്നത് ചെയ്താൽ ഇന്ന് റിസൾട്ട് കിട്ടുമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയണം. അതോടൊപ്പം തന്നെ അത് റിസൾട്ട് കിട്ടുന്നതും ആയിരിക്കണം, റിസൾട്ട് ഡെലിവർ ചെയ്യുന്നതും ആയിരിക്കണം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബെറ്റർ ആയിട്ടുള്ള ക്ലാരിറ്റി കൊടുക്കുക എന്നുള്ളത്. നമ്മളൊരു കാര്യം പറയും, നമ്മളൊരു വാല്യൂ കൊടുക്കുന്ന സമയത്ത്, വാല്യൂ കണ്ടന്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായി പറയുന്ന കാര്യങ്ങളിൽ ക്ലാരിറ്റി ഉണ്ടാവണം. അത് കേൾക്കുന്ന ആളുകൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. ഒരു കാര്യം ഒന്നിലധികം തവണ പറയേണ്ടി വന്നാലും കുഴപ്പമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കൃത്യമായി അത് മനസ്സിലാവും. എന്താണ് വാല്യൂ കണ്ടന്റ്? ഞാൻ പറഞ്ഞ ഒരു റിസൾട്ട് എങ്ങനെയാണ് കിട്ടുക എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഹെയർ ഓയിൽ ഉപയോഗിച്ച്, ഹെയർ ഫാൾ എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിന് ഹെയർ ഓയിൽ ഉപയോഗിച്ചാൽ ഹെയർ ഫാൾ എന്തുകൊണ്ടുണ്ടാവുന്നു? എന്തുകൊണ്ടാണ് ഹെയർ ഫാൾ ഉണ്ടാവുന്നത്? ഹെയർ ഫാൾ ഉണ്ടാവുന്നതിന്റെ ഒരു കാരണം മാത്രമായിരിക്കാം തലയ്ക്ക് അകത്ത് ഡസ്റ്റ് വരുന്നതും അങ്ങനെ മുടി വളരെ റഫായിട്ട് മാറുന്നതും ഒക്കെ ഒരു കാരണം മാത്രമായിരിക്കാം. പക്ഷെ അല്ലാത്ത പല കാരണങ്ങളും ഉണ്ടാവും. അപ്പൊ ഹെയർ ഫാൾ എന്തുകൊണ്ടുണ്ടാവുന്നു എന്ന് ഹെയർ ഫാളിന്റെ പ്രശ്നം അനുഭവിക്കുന്ന കസ്റ്റമറോട് നമ്മൾ പറയണം. ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഹെയർ ഫാൾ ഉണ്ടാവുന്നത്, ഏത് കാരണങ്ങൾ, അതിൽ ഒരു 4 കാരണങ്ങൾ കൊണ്ടാണ് ഹെയർ ഫാൾ ഉണ്ടാവുന്നതെങ്കിൽ അതിൽ ഏത് കാരണം കൊണ്ടുണ്ടാവുന്ന ഹെയർ ഫാളിനെയാണ് ഈ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് തടയാൻ കഴിയുക. ഒരു പക്ഷെ നമ്മുടെ ശരീരത്തിനകത്ത് കുറെ ഹോർമോണിന്റെ വ്യതിയാനങ്ങൾ ഉണ്ടാവും, ഹോർമോണിന്റെ ചേഞ്ചസ് ഉണ്ടാവും. അത് പ്രായം കൂടുമ്പോൾ ഇല്ലേ, പലപ്പോഴും പ്രായം കൂടുമ്പോൾ ഹെയർ ഫാൾ കൂടും, മുടി കൊഴിയും, കഷണ്ടിയൊക്കെ ആവും. അപ്പൊ പ്രായം കൂടുമ്പോൾ എന്തുകൊണ്ടാ? അതായത് ശരീരത്തിനകത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള ഹോർമോണിന്റെ ഉൽപാദനം കുറയുക, അല്ലെങ്കിൽ മറ്റൊരു പ്രത്യേക ഹോർമോണിന്റെ ഉൽപാദനം കൂടുക. ഈ 2 സാഹചര്യമാകും. അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യമാവും, അതല്ലെങ്കിൽ ചില പ്രത്യേക ഒരു കാലാവസ്ഥയാവും. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടാണ് ഹെയർ ഫാൾ ഉണ്ടാവുന്നത്, ഹെയർ ഫാൾ ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു ഹെയർ ഓയിലിന്റെ ഉപയോഗം കൊണ്ട് അത്തരം ഒരു ഹെയർ ഫാളിനെ തടയാൻ കഴിയില്ലെങ്കിൽ കഴിയില്ല എന്ന് നമ്മൾ പറയണം. അതായത് ഹെയർ ഫാൾ ഉണ്ടാവുന്നത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണെന്നും ഈ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഹെയർ ഫാൾ ആണ് ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് തടയാൻ കഴിയുക എന്നും ഓപ്പൺ ആയിട്ട് പറയാം. അങ്ങനെ പറയുമ്പോഴാണ് അത് ക്ലാരിറ്റി ഉണ്ടാവും. അതല്ലാതെ ഹെയർ ഫാൾ ഉണ്ടാവുന്നത് പല കാരണങ്ങൾ കൊണ്ട് ഹെയർ ഫാൾ ഉണ്ടാവും, നിങ്ങൾക്ക് ഈ ഹെയർ ഓയിൽ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ഹെയർ ഫാൾ മാറ്റാം അല്ലെങ്കിൽ അത് തടയാമെന്ന് പറയുന്നത് ക്ലാരിറ്റി കുറവുണ്ട്. അപ്പൊ കൃത്യമായി ക്ലാരിറ്റി വാല്യൂ കണ്ടന്റ് ഡെലിവറി കൊടുക്കുക. ഫൈനലി അവസാനത്തെ കാര്യം പ്രൂവൺ ഓർ ടൈം ടെസ്റ്റഡ് എന്നുള്ളതാണ്. അതായത് തെളിയിക്കപ്പെട്ടതായിരിക്കണം അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യപ്പെട്ടതായിരിക്കണം. വെറുതെ എന്തെങ്കിലും പറയരുത് എന്ന് ലളിതമായ, നമ്മളൊരു വാല്യൂ കണ്ടന്റ് കൊടുക്കുമ്പോൾ അത് പ്രൂവൺ ആയിരിക്കണം നമ്മൾ പറയുന്ന കാര്യം. ഡിജിറ്റൽ മാർക്കറ്റിംഗിനകത്ത് നിങ്ങൾ കൃത്യമായ വാല്യൂ കൊടുത്ത്, നിങ്ങൾ വാല്യൂ കണ്ടന്റ് ഡെലിവറി ചെയ്ത് നിങ്ങളുടെ കസ്റ്റമറുമായി സംസാരിച്ചാൽ അത് കണക്ട് ചെയ്യുന്ന ഓഡിയൻസിനെ നിങ്ങൾക്ക് സെയിൽസിലേക്ക് ക്ലോസ് ചെയ്യാൻ കഴിയും എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൂവൺ ആയ കാര്യം. റൈറ്റ് ടെക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററി കോഴ്സ്
പർച്ചേസ് ചെയ്ത് 30 ദിവസം കൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന ഈ കോഴ്സിനകത്ത് വന്ന് വെറും 2 ആഴ്ച കൊണ്ട് കോഴ്സിൽ മെറ്റ അഡ്വർടൈസിങ് ചെയ്തു തുടങ്ങി. ആ അഡ്വർടൈസിങ് ചെയ്ത് അങ്ങനെ സ്വന്തമായി അഡ്വർടൈസിങ് ചെയ്ത് നേരത്തെ 50,000 രൂപയൊക്കെ മാസം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി ചെലവഴിച്ച് ആ 50,000 രൂപയിൽ നിന്ന് കൃത്യമായി റിസൾട്ട് ഇല്ലാതെ അവസാനം ആ ഏജൻസിയുമായി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത് ഒഴിവാക്കി ഫൈനലി റൈറ്റ് ക്ലിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററി കോഴ്സിലേക്ക് വന്ന് സ്വന്തമായി ധൈര്യപൂർവ്വം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തു തുടങ്ങി. അതിൽ നിന്ന് 150 ലീഡ് കൊണ്ടുവരികയും ആ 150 ലീഡിൽ നിന്ന് 74 സെയിൽസ് കൺവേർട്ട് ചെയ്ത് എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കേവലമായ വെറും പൊള്ളയായ ഒരു അവകാശവാദമല്ല, ഇതൊരു പ്രൂവണായ റെക്കോർഡാണ്. പാലക്കാടുള്ള എന്റർപ്രണർ ആയിട്ടുള്ള രാജശ്രീ, മിസസ് രാജശ്രീയുടെ പ്രൂവൺ ആയിട്ടുള്ള റെക്കോർഡാണ് റൈറ്റ് ക്ലിക്കിന്റെ ഈ ഒരു കാര്യം. അപ്പൊ നമ്മുടെ ഈ കോഴ്സിനകത്ത് വന്ന് രാജശ്രീ 150ഓളം സ്വന്തമായി അഡ്വർടൈസിങ് ചെയ്തു തുടങ്ങി, മെറ്റ ആഡ് ചെയ്തു, സ്വന്തമായി മെറ്റാഡിലെ 2ാമത്തെ ക്ലാസ് മുതൽ തന്നെ കേട്ട് സ്വന്തമായി ചെയ്തു, 150 ലീഡ് വാങ്ങി, 150 ലീഡിൽ 74 ലീഡ് സെയിൽസ് ആക്കി മാറ്റാൻ കഴിഞ്ഞു. അത് കാരണം അവർ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ വലിയ ഒരു സബ്മിറ്റിലേക്ക്, വലിയ ഒരു മീറ്റിലേക്ക്, മധുരയിൽ നടന്ന മീറ്റിലേക്ക്, ജനുവരി 10 നടന്ന മീറ്റിലേക്ക് അവർ ഇൻവൈറ്റ് ചെയ്യപ്പെടുകയും ഇന്ത്യയിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന നയൻതാരയിൽ നിന്ന് നേരിട്ട് അവാർഡ് വാങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു പ്രൂവൺ റെക്കോർഡ്. അപ്പൊ നമ്മളൊരു കാര്യം പറയുമ്പോൾ ഈ പ്രൂവൺ റെക്കോർഡ് നമ്മുടെ കയ്യിൽ ആയിരിക്കണം. ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ മറ്റൊരാൾക്കും റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അതേപോലെ ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടും. മെറ്റ അഡ്വർടൈസിങ്ങിനകത്ത് റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറയുമ്പോൾ അങ്ങനെ ചെയ്താലാണ് റിസൾട്ട്. സോ ഈ ഒരു 5 കാര്യങ്ങളാണ് വാല്യൂ കണ്ടന്റ് ഡെലിവറി എന്നുള്ള ഏരിയക്കകത്ത് മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ ഒരു കണ്ടന്റ് ഡെലിവറി വാല്യൂബിൾ കണ്ടന്റ് ആയിരിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 5 കാര്യം. എന്താണ് വാല്യൂ കണ്ടന്റിൽ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ? സോൾവ് എ പ്രോബ്ലം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമായിരിക്കണം നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് പ്രാക്ടിക്കലും ഡൂവബിളും ആയിരിക്കണം, പ്രായോഗികമായി ചെയ്യാവുന്നതായിരിക്കണം, റിസൾട്ട് ഡെലിവർ ചെയ്യുന്നതായിരിക്കണം, കൃത്യമായ റിസൾട്ട് കൊണ്ടുതരുന്നതായിരിക്കണം, ബെറ്റർ ക്ലാരിറ്റി, ഓരോ മേഖലയിലും കൃത്യമായ ബെറ്റർ ആയിട്ടുള്ള ക്ലാരിറ്റി നൽകുന്നതായിരിക്കണം കണ്ടന്റ്. അഞ്ചാമത്തത് പ്രൂവൺ ആയിരിക്കണം, ടൈം ടെസ്റ്റഡ് ആയിരിക്കണം. ഇതാണ് ഒരു വാല്യൂ കണ്ടന്റിന്റെ പ്രത്യേകത. സോ വാല്യൂ കണ്ടന്റ് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എനിക്ക് അറിയണം എന്ന് താല്പര്യമുണ്ടോ? ഒന്ന് നിങ്ങൾ ഇതിന്റെ താഴെ ഒന്ന് കമന്റ് ബോക്സിനകത്ത് ഒന്ന് കമന്റ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായത് എന്നൊന്ന് കമന്റ് ചെയ്യുക.